കോൺഗ്രസ് നേതാവ് ശ്രീ സന്ദീപ് വാര്യർ ചേരുന്നു. സന്ദീപ് വാര്യർ, ഈ ജ്യോതി മൽഹോത്ര ഇവിടെ വന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ്, മട്ടാഞ്ചേരി ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങളൊക്കെ സന്ദർശിച്ചാണ് മടങ്ങിയത്. ആ സമയം ഒരുപക്ഷെ ടൂറിസം വകുപ്പിന് അറിവുണ്ടാകുമോ ഇവർ ഈ രാജ്യത്തിന് വേണ്ടി പാകിസ്ഥാൻ ശത്രുരാജ്യത്തിന് വിവരങ്ങൾ കൈമാറുന്ന ഒരു വഞ്ചനാപ്പണി ചെയ്യുന്ന അങ്ങനെ ഒരാളാണ് എന്ന് ടൂറിസം വകുപ്പിന് അറിവുണ്ടാകുമോ? സന്ദീപ്, അറിവുണ്ടെങ്കിൽ അങ്ങനെ ക്ഷണിക്കുമോ? അത്തരത്തിലൊന്നും നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. പ്രത്യേകിച്ച് രാജ്യത്തിനെതിരായിട്ട് ചാരവൃത്തി ചെയ്തിട്ടുള്ള ഒരാളെ കേരളത്തിലെ ഒരു സർക്കാർ ഏജൻസി തന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇവിടെ ബ്ലോഗിംഗ് ചെയ്തു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർ ഏതൊക്കെ മേഖലകളിൽ പോയി, നമ്മുടെ ഏതെല്ലാം തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ അവർക്ക് ആക്സസ് ലഭിച്ചു, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ സർക്കാരിന്റെ തന്നെ ഏതെങ്കിലും സുരക്ഷാ സംവിധാനങ്ങളുടെയൊക്കെ ഒരു ലീക്കേജ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരിശോധന ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളോട്, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന ചില നിലപാടുകളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് നാറ്റോ സഖ്യത്തിന്റെ F-35 ഇവിടെ കേരളത്തിൽ വന്ന് ലാൻഡ് ചെയ്തിട്ട് കുറെ ദിവസമായി. അവരേതെങ്കിലും തരത്തിൽ ചാരവൃത്തി നടത്തിയിട്ടുണ്ടോ എന്നൊരു പരിശോധന ഉണ്ടായിട്ടുണ്ടോ എന്നതിന് സംശയമുണ്ട്. കാരണം F-35 പോലെ ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് കേരളത്തിൽ വന്ന് ലാൻഡ് ചെയ്യുന്നു. അവർ കേരളത്തിലെ തന്ത്രപ്രധാന മേഖലകൾ, പ്രത്യേകിച്ച് നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളൊക്കെ സ്കാൻ ചെയ്തിട്ടുണ്ടോ? അതിന് പല വിധത്തിലുള്ള സൗകര്യങ്ങളുള്ള ഒരു എയർക്രാഫ്റ്റാണ്, ജെറ്റാണത്, അത്യാധുനിക ജെറ്റാണ്. അപ്പൊ നാറ്റോ സഖ്യത്തിന്റെ ഒരു ജെറ്റ് കേരളത്തിൽ ലാൻഡ് ചെയ്തിട്ട് പോലും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എതിർപ്പ് പോലും ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് പ്രകടിപ്പിക്കുന്നില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉദാസീന മനോഭാവമാണോ, അതല്ലെങ്കിൽ അത് സംബന്ധിച്ച് അറിവില്ലായ്മയാണോ, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ചേർന്ന് പോക്കാണോ എന്ന് സംബന്ധിച്ച് അവർ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത്. അല്ല സന്ദീപ്, ഇതിലെ പ്രശ്നം ഇപ്പോൾ ഇവർക്ക് ഈ പാകിസ്ഥാനുമായുള്ള ബന്ധം, എംബസി ഉദ്യോഗസ്ഥൻ ഡാനിഷ്, പിന്നീട് ISI ചാരന്മാരുമായി ബാലി യാത്ര, ഇതൊക്കെ ഉണ്ടായപ്പോഴും നമ്മൾ രാജ്യം ഇവരെ കണ്ടെത്തുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് രാജ്യം ഇങ്ങോട്ട് ആക്രമണം നടത്തി ഓപ്പറേഷൻ സിന്ധുവിന്റെ തുടർച്ചയിൽ നടത്തിയ പരിശോധനയിൽ മാത്രമാണ് ഇവർ ഇത്തരത്തിൽ ആഴത്തിൽ ഡെപ്തിൽ പാകിസ്ഥാൻ വിവരങ്ങൾ കൈമാറിയിരുന്ന ഒരു ചാരവനിതയാണ് എന്ന കാര്യം അറിയുന്നത്. അപ്പോൾ അവർ പോലും അപ്പോൾ അറിയുമ്പോൾ നമുക്കതിനെപ്പറ്റി അറിവുണ്ടാകണം എന്ന് പറയാൻ പറ്റുമോ സന്ദീപ് വാര്യർ? അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്യുന്നില്ല. കാരണം പക്ഷേ ഇത്തരത്തിലൊരു വനിത ഇവിടെ വന്നിരുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഏജൻസികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാലോ, ഇപ്പൊ നേരത്തെ തന്നെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഹഡ്ലി ഈ ഇന്ത്യയിലെ പല ഭാഗങ്ങളും സന്ദർശിച്ചിരുന്നു, ഒരുപക്ഷെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പം ഇതെല്ലാം ഗുരുതരമായിട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ചും കേരളം രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, നേവൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി അവധാനത കാണിക്കേണ്ടതുണ്ട്. കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി അവധാനത കാണിക്കേണ്ടതുണ്ട്. അതുപോലെ ഇത്തരം വ്ളോഗർമാരെയൊക്കെ കൊണ്ടുവന്ന് PR വർക്ക് നടത്തുന്ന പരിപാടി, ഇതിപ്പോ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, കേരളത്തിലെ മിക്ക വകുപ്പുകളും വ്ളോഗർമാർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് സർക്കാരിന്റെ PR വർക്കിന്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതൊക്കെ പരിശോധിക്കേണ്ട വസ്തുത തന്നെയാണ്. എന്തായാലും രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയോടാണ് കേരളത്തിന്റെ ടൂറിസം വകുപ്പും ചേർന്ന് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടൂറിസം മന്ത്രി ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതാണ്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ F-35 ലാൻഡിംഗ് സംബന്ധിച്ച് നാറ്റോ സഖ്യത്തിന്റെ വിമാനം ലാൻഡ് ചെയ്തിട്ട് എന്താ ഇവിടെ പ്രതികരിക്കാത്തത്? ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ. അപ്പോൾ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രതിരോധ ഒരു വിമർശനമെങ്കിലും വേണ്ടതല്ല ഇക്കാര്യത്തിൽ. ഇത്രയും ദിവസമായി ഇവിടെ കിടക്കുന്നു. ഈ കേരളത്തിന്റെ രാജ്യത്തിന്റെ സുരക്ഷ ഭേദിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം ഈ 5th ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു എയർക്രാഫ്റ്റ് അല്ലേ? ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് വിട്ടുകൊടുക്കുന്നത്? എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാതാക്കൾക്ക് ഇവിടെ തിരിച്ചു വരാൻ സാധിക്കുന്നത്? ബ്രിട്ടീഷ് എയർഫോഴ്സ് പോലും അല്ല, ഇതിന്റെ അമേരിക്കൻ നിർമ്മാതാക്കൾ തന്നെ ഇവിടെ വന്ന് റിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതെല്ലാം ശരിക്കും യാഥാർത്ഥ്യമാണോ? എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം അറിയാൻ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമില്ലേ? ഉറപ്പായും. എന്തായാലും മോദി സർക്കാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങിയാണോ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യേണ്ടത്? യെസ്, എന്തായാലും അതിൽ ടൂറിസം വകുപ്പിന്റെ പ്രതികരണം അതിപ്രധാനമാണ്. കാരണം ഈ യൂട്യൂബിൽ 3.7 താങ്ക് യു സന്ദീപ്. യൂട്യൂബിൽ 3.7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അവർക്കുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 1.32 ലക്ഷം ഈ പറയുന്ന ഫോളോവേഴ്സൊക്കെ അവർക്കുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് ഇവർ യൂട്യൂബറും ഇത്തരത്തിൽ കൊളാബ് എന്നൊക്കെ പറയുന്ന മട്ടിൽ പണികൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനിടയിലാണ് ഇവരുടെ യഥാർത്ഥ പണി ഈ പറയുന്ന പാകിസ്ഥാനിലൊക്കെ പോയി അവർക്ക് ചാരന്മാർക്ക് രാജ്യത്തിൻ്റെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന വഞ്ചനാപ്പണിയാണ്, രാജ്യദ്രോഹ പണിയാണ് എന്ന കാര്യം നമ്മൾ അറിയുന്നത് സിന്ധൂറിന് ശേഷമാണ്. അപ്പോൾ ഈ സർക്കാരിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്താറുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് സമയത്തിനകം തന്നെ ഒരു പ്രതികരണം കിട്ടും എന്നും പ്രതീക്ഷിക്കാം.